സ്വാഗതം ആശംസിക്കുന്ന മുമ്പ് നമുക്കറിയാം ഫലസ്തീൻ വളരെ ഭീകര ചിത്രമാണ് പത്രമാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഫലസ്തീൻ ഈ ഒരു സംഗമം സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തലോടലിൻ്റെയും സംഘമാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ആ ഒരു ജനതയെ മറന്നുകൂടാ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഫൈറോസ് കെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഫൈറോസ് ക പ്ലീസ്. ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫൈറോസ് കെ ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. ഈ ഒരു പ്രമേയത്തിൻ്റെ അനുവാദം നൽകിയിരിക്കുന്നത് കൂട്ടായിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ എൻ്റെ കൂട്ടായിയാണ്. അവതരണം നടത്തുന്നത് ഫൈറോസ് മുഹാജിർ. പ്രിയമുള്ളവരെ, നമസ്കാരം. എൻ്റെ കൂട്ടായിയുടെ ഈ സ്നേഹ കുടുംബ സംഗമത്തിനെത്തിയ മനുഷ്യജീവൻ്റെ സ്നേഹം പരസ്പരം കൈമാറുന്ന ഈ ദിനത്തിൽ, ഈ സമയമതിൽ നാം ചിരിക്കുന്നു. മറ്റൊരു രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, പിതാക്കന്മാർ, മക്കൾ, ജ്യേഷ്ഠ അനിയ സഹോദരങ്ങൾ, സഹോദരിമാർ, എന്തൊരു ദയനീയമായ കാഴ്ചയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ പൊട്ടി കരയുന്നു. അതാണിന്ന് ഗാസ, ഫലസ്തീൻ മണ്ണ്. സ്വന്തം രാജ്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാനായി, ഒരു നേരത്തെ ഭക്ഷണത്തിനായി, സ്വന്തം മാതാപിതാക്കളെ കാണാനായി മക്കളെ തിരയുന്ന കുടുംബം. ഛേദനയേറ്റ സ്വന്തം പ്രിയതമ, സന്തോഷത്തിനായി കഴിഞ്ഞ വീടിനകത്തെ അകത്തളത്തിലെ ബോംബിട്ട് നശിപ്പിച്ച ചുമരുകൾക്കിടയിൽ ജീവന് വേണ്ടി പിടയുന്ന എല്ലാമായവർ, ദാഹത്തിൻ്റെ നെടുവീർപ്പിൽ ഒരു പിടി ചോറിനായി വിഷപ്പടക്കാൻ നിൽക്കുന്ന പൈതലുകളുടെ ചോറ്റുപാത്രത്തിലേക്ക് മിസൈലും ബോംബും വർഷിക്കുന്ന രക്തദാഹികളായ രാക്ഷസന്മാർ, ഒരുപോലെ ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ തലക്ക് മുകളിലെ ആകാശത്തിലെ മിസൈലുകളെ നോക്കി ഇരിക്കുന്ന ദിനരാത്രങ്ങൾ. അതാണിന്ന് ഗാസ. അതിരുകളില്ലാത്ത നൂറ്റാണ്ടുകൾക്ക് മുന്നേ സ്നേഹം നൽകി അന്തിയുറങ്ങാൻ ഇടം നൽകിയ ഫലസ്തീൻ്റെ മക്കൾക്ക് ഇന്ന് ലോകത്തെ വെറുപ്പ് രാഷ്ട്രമായി ഇസ്രായേൽ എന്ന രക്തദാഹി രാഷ്ട്രം നൽകുന്ന ബോംബിങ്ങിൻ്റെയും മിസൈലിൻ്റെയും പ്രത്യുപകാരം. അരുത് കാട്ടാള, മാനിഷാദ എന്ന് ഇന്ന് ലോകം മുഴുവൻ ആ ഭരണാധികാരിയോടും രാജ്യത്തോടും ആവശ്യപ്പെടുമ്പോൾ, മനുഷ്യ പൈതലുകളെ അടക്കം കൊന്നൊടുക്കുന്ന ഈ രാക്ഷസ സാമ്രാജ്യത്തോടും ഭരണാധികാരികളോടും നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നാടായ കൂട്ടായിയുടെ മണ്ണിൽ നിന്നും എൻ്റെ കൂട്ടായി എന്ന സാംസ്കാരിക സംഘടന വെറുപ്പും പ്രതിഷേധവും ഇവിടെ ഈ പ്രമേയത്തിലൂടെ അറിയിക്കുന്നു. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി, ഒരു നേര ഭക്ഷണത്തിനായി തങ്ങളുടെ ജീവൻ നിലനിർത്താൻ തകർന്ന രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ സ്വരാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി ഇസ്സത്തോടുകൂടി പ്രതിരോധം തീർക്കുന്ന ഫലസ്തീൻ്റെയും ഗാസയുടെയും മക്കളോട് എൻ്റെ കൂട്ടായി ഇതാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കരയുന്ന ഫലസ്തീനും ഹൃദയം തടന്ന ഗാസയും അനുഭവങ്ങൾ സാക്ഷി, ചരിത്രം സാക്ഷി. ചിരിക്കുന്ന ഫലസ്തീനും സ്നേഹത്തിൻ്റെ ഗാസയും കാണാനായി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം അതിൻ്റെ കൊടുതികളെല്ലാം കാണുന്നുണ്ട്. ഫലസ്തീനിലും ഗസയിലും കയ്യിൽ കിട്ടിയവരെയെല്ലാം വെട്ടിയും വെടിവെച്ചും സ്ത്രീകളെ പീഡിപ്പിച്ചും മൃതദേഹങ്ങളെപ്പോലും അപമാനിച്ചും അത് പുരാണങ്ങളിൽ നടന്ന യുദ്ധങ്ങളെപ്പോലും നാണിപ്പിക്കുകയാണ്. എത്ര പേർ മുറിവേറ്റ് വീണു, എത്ര പേർ കണക്കിൽ പോകാതെ പോയി. എത്ര കൂട്ടിയാലും ഗണിച്ചാലും കിഴിച്ചാലും ഒരിക്കലും പൊരുത്തപ്പെടാത്ത മരണങ്ങളുടെ സമവാക്യമാണ് യുദ്ധമെന്ന മഹാനഷ്ടം. തോക്കുകളേക്കാൾ ശക്തമായ ശബ്ദം നിശബ്ദമായ കുട്ടികളുടെ കരച്ചിലാണെന്നും, ഒരു സുനാമിക്കോ പേമാരിക്കോ കൊടുങ്കാറ്റിനോ ഭൂകമ്പത്തിനോ എന്തിന് ഒരു സൂക്ഷ്മാണുവിന് പോലും മനുഷ്യൻ ആരുമല്ല എന്നും രക്തത്തിൽ മുങ്ങിക്കുളിച്ച് ആനന്ദിക്കുന്ന ഭരണാധികാരികൾ എന്നാണ് തിരിച്ചറിയുക. ആരും ജയിക്കാത്ത യുദ്ധങ്ങൾ, മൃതദേഹങ്ങൾ മുറിവേറ്റ് കൂമ്പാരമായി കിടക്കുന്ന ഫലസ്തീനും ഗസയും, ജീവന്റെ നിലനിൽപ്പിനായി ജീവിക്കുന്ന ഫലസ്തീൻ ജനതയോട്, ഗസയുടെ മക്കളോട്, യുദ്ധക്കൊതിയുമായി അലയുന്ന ഭരണാധികാരികളോടുള്ള പ്രതിഷേധത്താൽ എൻ്റെ കൂട്ടായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഫലസ്തീൻ ഗസയിലെ പീഡിത ജനവിഭാഗങ്ങളോട്
പ്രാർത്ഥനയിലെ ഐക്യസ്നേഹം പ്രാർത്ഥനയാൽ ഐക്യസ്നേഹം തീർക്കുന്നു എൻ്റെ കൂട്ടായി. ഗസയുടെ മനസ്സിൻ്റെ ഹൃദയത്തിലേക്ക് 2 വരികൾ എൻ്റെ കൂട്ടായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ശാന്തി സമാധാനത്തിൻ്റെ ഒലിവി ചില്ലകളിതാ, ഷെല്ലിൻ്റെ തീഗോളങ്ങൾ കരിഞ്ഞു തൂങ്ങുന്നു. ഒന്നും അറിയാതെ ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ നെഞ്ചിൽ പിളർന്നും വെടിയൊച്ചകൾ, ഉമ്മയെ തേടുന്ന കൈകൾ അറുത്തെടുത്ത് ഉന്മാദമേകുന്ന നാരദന്മാർ, സ്വന്തത്തെ തേടുന്ന കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ആനന്ദമേകുന്ന കാട്ടാളന്മാർ, ഭക്ഷണം തേടുന്ന പൈതലിൻ്റെ കൈകളിൽ തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്ന പാപികൾ, തലയറ്റ ഉടലറ്റ മക്കളുടെ ദേഹത്ത് ഉറ്റവർ നോക്കി നിൽക്കെ കാമം തീർക്കുന്ന കാബാലികർ. ഇല്ല മാപ്പ് ഇല്ല, നിങ്ങൾക്ക് ഈ ലോകത്തെ ശാപങ്ങൾ ഏതേ പൊരിയും തീർച്ച. തീരാത്ത ദുഃഖത്തിൽ ജീവിത ലക്ഷ്യത്തിൽ ഗസയുടെ വലിവിലകൾ ഇനിയും തളിർക്കട്ടെ, പൂക്കട്ടെ. ശാന്തി സമാധാനം തീർക്കാനായി എന്നും പ്രാർത്ഥനയിൽ എന്നും കൂടെ ഞങ്ങളും എൻ്റെ ലോകത്തിലെ സഹോദരങ്ങൾക്കൊപ്പം. ലോകശാന്തിക്കായി എൻ്റെ കൂട്ടായും ലോകശാന്തിക്കായി ഗസയുടെയും പലസ്തീൻ്റെയും മക്കൾക്കൊപ്പം നിൽക്കുന്നു. ഈ പ്രമേയം നിങ്ങളുടെ സമ്മതത്താൽ എൻ്റെ കൂട്ടായി ഇവിടെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.